പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജാനിക്കുട്ടിനോടൊന്നും കയറിയില്ല കേട്ടോ. നേരെ ഈ വീട്ടിലോട്ട് പോയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് പള്ളിയിൽ പുതിയ അച്ഛനാണ് വന്നിരിക്കുന്നത്. അപ്പം അച്ഛൻ ഭവന സന്ദർശനത്തിന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചായിരുന്നു, ഞങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു. അന്ന് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ദിവസം സമയം പോലെ വരാമെന്ന് പറഞ്ഞു. ഇന്ന് ചിലപ്പം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോരുന്നത്. എപ്പോഴാണ് വീട്ടിൽ ജോലി കഴിഞ്ഞ് എത്തുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോരുന്നു. പിന്നെ മുറ്റം എത്ര തൂത്തിട്ടാലും കരിയിലയാണ്. അതിൻ്റെ മഴയും കൂടെ പെയ്തുകൊണ്ട് കരിയില വീണ് ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. പിന്നെ എല്ലാം തൂത്തുവാരി വീടെല്ലാം തൂത്തും. ഇനി ഒന്ന് കുളിക്കണം. ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പിന്നെന്തുവാ ബ്രൂവിൻ്റെ ഇതിലെ പാക്കറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ള 2 കൂട്ടരെ കണ്ടു. അപ്പം സംസാരിച്ചു. ഒരുപാട് സന്തോഷം, സ്നേഹം അറിയിക്കുന്നു കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടവരാണ്. അവരിന്ന് ഡോക്ടറെ കാണാനൊക്കെ അതുവഴി പോയപ്പോൾ വന്ന് സംസാരിച്ചിട്ട് പോയി. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പിന്നെ ഞാൻ ഇതിനകത്തൊക്കെ പോസ്റ്റുകൾ എഴുതിയിടത്തില്ലേ, അപ്പം പുള്ളിക്കാരി വന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ കരയിപ്പിക്കരുത്, പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ സങ്കടം തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ചിന്ന്. പിന്നെ ഇന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല. അമ്മ ചോറ് വെച്ചു, കറികൾ ഇരിപ്പുണ്ട്, മീൻ വറുത്തതും സാമ്പാറും ചമ്മന്തിപ്പൊടിയും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇനി ഒന്നും വെക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. മോനിക്കുട്ടൻ ഇന്ന് ട്യൂഷന് പോയില്ല. ഇന്ന് ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അപ്പം അവിടെ പല വെറൈറ്റി ഫുഡൊക്കെ സ്കൂളിൽ പല കുഞ്ഞുങ്ങളും കൊണ്ടുവന്ന് കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാന്ന് തോന്നുന്നു, ഒരു ദഹനക്കേട് പോലെ ഉണ്ടെന്ന് തോന്നുന്നേ. അപ്പം ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ ഇന്ന് വിടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ട്യൂഷനൊന്നും പോയില്ല, ഇവിടെ ഉണ്ട്. അത് ഞാൻ പിന്നെ വിചാരിച്ചു അച്ഛനെങ്ങാനും വന്നാലോ, മോനിക്കുട്ടനെ ട്യൂഷൻ വിട്ടാൽ പിന്നെ വിളിക്കാനൊക്കെ പോകണം. അതുകൊണ്ട് ഇന്ന് വിടണ്ട എന്ന് വിചാരിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയി ഒന്ന് കുളിച്ച് ജപിച്ചിട്ട് ഓടി വരാം. ഇന്ന് നമ്മുടെ വീഡിയോ കുഞ്ഞു വിശേഷങ്ങളാണ്. ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. അടുക്കളയിൽ പാചകം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പ്രിയങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറേ സാധാരണക്കാരായ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊച്ചു വിശേഷങ്ങൾ, അന്നന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ വിഷമമൊക്കെ തോന്നും. അവരെന്നെ കാത്തിരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വിശേഷങ്ങളാണെങ്കിലും വീഡിയോ എന്നും അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തൊന്നും ഞാൻ നമ്മുടെ യൂട്യൂബ് ബാനറിലും അല്ലാതുള്ള വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനലിൽ യാതൊരു കണ്ടന്റും ഇല്ല, ഇതെൻ്റെ ലൈഫാണ്. വേറെ അതിനകത്തൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കാനോ വ്ലോഗ് എടുക്കാനോ ഉള്ള ഒരു സാഹചര്യം നമുക്കില്ല. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ കാണുക. ഒരാൾ പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് ഈ ചാനലിനകത്ത് വലിയ കണ്ടന്റ് ഒന്നുമില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ചാനൽസും വീഡിയോസും സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ സജീവമായിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ തിരഞ്ഞു പിടിച്ച് കാണാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് എന്നെപ്പോലുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദിവസവും ഇങ്ങനെ ഒരു കണ്ടന്റ് ഇല്ലെങ്കിലും വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം കേട്ടോ. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. ഒരു സാധനം കുറിക്കട്ടെ. നമ്മുടെ മധുരസേവ. മധുരസേവ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഇന്ന് എനിക്കൊരു കപ്പ് കിട്ടി. കപ്പ് എന്ന് വെച്ചാൽ ഈ കപ്പ് കേട്ടോ, ജോസ്കോയിലാണ്ടോ, അജിയണ്ണനെ നടിച്ചു മാറ്റിയതാ. ആണെങ്കിൽ അജിയണ്ണന് റിലേറ്റീവ്സിൻ്റെ കൂടെ പോയേക്കുമായിരുന്നു ജോസ്കോയിൽ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കപ്പ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ഞാനിങ്ങ് കൊണ്ടുപോയിരുന്നു, ഒന്ന് വിനു കൊണ്ടുപോയി. നല്ല കപ്പല്ലേ? ഓ എടുക്കുന്നില്ല.
കഴിക്കുക. മധുരസേവ. പിന്നെ മോനിക്കുട്ടൻ്റെ ഒക്കെ ക്ലാസ്സുകാർക്ക് പയറുവർഗ്ഗങ്ങളായിരുന്നു കൊണ്ടുചെല്ലേണ്ടത്. ഞാൻ ചെറുപയർ വൈകിട്ട് മോനിക്കുട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ് നാളെ ഫുഡ് ഫെസ്റ്റ് ആണ്, എന്തെങ്കിലും കൊണ്ടുചെല്ലണമെന്നൊക്കെ. അപ്പം ഞാൻ ടീച്ചറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു പയർ വെച്ച് എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറഞ്ഞു. എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്ന് ഒരു തോരൻ വെച്ച് കൊടുത്തു വിടാം. അപ്പം ഞാൻ രാവിലെ ചെറുപയർ തോരനൊക്കെ വെച്ച് കൊടുത്തു വിട്ടു. വിപുലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് വിചാരിക്കുമ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവിടെ കാണത്തില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു തോരൻ വെക്കാം. അങ്ങനെ ചെറുപയർ തോരൻ വെച്ച് കൊടുത്തു വിട്ടു. മോനുകുട്ടൻ പറയുന്ന ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ടേസ്റ്റ് ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കും ഗ്യാസ് വല്ലതും കയറിയതായിരിക്കും. പയറാണല്ലോ. അപ്പോൾ ഇന്നത്തെ മോനുകുട്ടൻ്റെ എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ ഇച്ചിരി രാവിലെ ഇവിടെ ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പം ഞാനൊരു ദോശയും സാമ്പാറും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടല്ലോ. അങ്ങ് മറന്നുപോയി. അവിടെ നമ്മൾ ഇവിടുന്ന് ഒരു കുറേ ദൂരം ചെന്നപ്പോഴാണ് കഴിക്കാനൊന്നും എടുത്തില്ലെന്നുള്ള ഓർമ്മ വന്നത്. പിന്നെ അങ്ങ് പോയി കേട്ടോ. എന്നാൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെന്ന് ഓർത്ത് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ കുറച്ച് തിരക്കുകളൊക്കെ വന്നു ഷോപ്പിൽ. പിന്നെ അതിൻ്റെ പുറകെ പോയി. എന്നാൽ പിന്നെ 4 മണി ആവട്ടെ, ചായയുടെ കൂടെ വല്ലതും വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ചായയും പരിപ്പോടെയും കഴിച്ച് 4 മണിയാകുമ്പോൾ അതായിരുന്നു ഇന്നത്തെ ഭക്ഷണം കേട്ടോ. അതുകൊണ്ട് എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറിക്കാനെടുത്തത്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചോറുണ്ണാം. നേരത്തെ ചോറുണ്ണാം. എന്നാലും അതുവരെ പിടിച്ച് നിൽക്കണമല്ലോ. അരി അരച്ചു വെച്ചിരുന്നതോടെ 2 ദിവസം ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിട്ട് രാവിലെ വലിയ കുഴപ്പമില്ല. നാളെ ഇനി രാവിലെ എന്തോ ഉണ്ടാകുമെന്നുള്ള തീരുമാനം ആയിട്ടില്ല. ഹലോ. ആ ഞാനിങ്ങി പോരുന്നെന്ന്. ഇന്ന് അങ്ങോട്ട് കയറിയില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. കയറാഞ്ഞേനല്ല, അവരവിടെ ഇല്ല കേട്ടോ. അവര് ജാനിക്കുട്ടിയുടെ വിരല് പതിച്ചില്ല. അപ്പോൾ അതിന് അവരെല്ലാവരും കൂടെ റേഷൻ കടയിൽ വന്നേ. ഇനി ഞാൻ അഥവാ അവിടെ എന്ന് അവിടെ ആരും ഇല്ലല്ലോ, അതിന് വിളിച്ചത് കേട്ടോ. പിന്നെ കുക്കു ഒരു 1.5 മാസത്തേക്ക് ഒരു നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. ജാനിക്കുട്ടി പഠിക്കുന്ന സ്കൂളിലുണ്ടല്ലോ LKG UKG, അവിടെ ചെറിയ പ്ലേ ക്ലാസ് ഒക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ലീവായിരുന്നു. അപ്പം ലീവ് എടുത്തപ്പോഴത്തേക്ക് കുക്കുവിനോട് ചെല്ലാവോന്ന് ചോദിച്ചു. കുക്കു TTC കഴിഞ്ഞത്. അപ്പോൾ ഇടയ്ക്ക് സ്കൂളിൽ ജോലി ചെയ്തായിരുന്നേ. അപ്പം പിന്നെ കേട്ടിട്ട് എഴുതി കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമല്ല, ഈ ലീവിന് പോയിരിക്കുന്ന ആ കുറച്ച് ദിവസങ്ങളിൽ ചെല്ലാമോന്ന് ചോദിച്ചു. അങ്ങനെ കുക്കു പോകുന്നുണ്ടായിരുന്നു. അപ്പം സ്കൂള് തുറന്ന് ഇപ്പോൾ ഓണത്തിൻ്റെ അവധിയും കൂടെ കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ എങ്ങാണ്ട് ഉള്ളായിരുന്നു. അത് കഴിയുമ്പോൾ മറ്റേ ആളിങ്ങി വരും, ലീവ് കഴിഞ്ഞ് വരും. അപ്പം അത് കഴിയാറായപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ജോലി ശരിയായി. അപ്പോൾ അവിടെ മെനഞ്ഞാന്ന് തൊട്ട് അവിടെ ജോലിക്ക് കയറി. അവിടുന്ന് വരുമ്പം 6 മണി കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങത്തുള്ളൂ. ജോലി 6 മണി വരെയാണ്. അപ്പം കുക്കു വരാൻ താമസിക്കും. ഞാനപ്പം മാമിയോ ജാനിക്കുട്ടിയോ അവരെല്ലാം അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറത്തുള്ളൂ. ഇന്നലെ ചെന്നപ്പോൾ ജാനിക്കുട്ടിയെ ഉള്ളായിരുന്നു, മാമൻ അവിടെ ഉണ്ടായിരുന്നു, അപ്പുറത്തോട്ടങ്ങോട്ട് പോയേക്കുമായിരുന്നു. കുറെ കഴിഞ്ഞാണ് മാമിയും കുഞ്ഞോനും അങ്ങോട്ട് വന്നത്. അപ്പം ഇനിയിപ്പോൾ കുക്കു അവിടെ ഇല്ലാത്തത് കൊണ്ട് വീട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അല്ലെ പിന്നെ പോയി തിരിച്ച് ആ കയറ്റം കയറി വരുന്ന കാര്യം. അമ്മ വരുന്നെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഇവിടെ ഉണ്ട്, കൊണ്ടുപോകും. നിങ്ങൾക്ക് വേണോ വേണ്ടല്ലേ? അപ്പൊ നോക്ക്. മാമി വിളിക്കുന്നു, മാമി. കുഞ്ഞോ 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 കുഞ്ഞു ഒങ്ങിയോ? മാമിയുടെ കുഞ്ഞു ഒങ്ങിയോ? അയ്യോ കുഞ്ഞു ഒങ്ങി. അയ്യോ കുഞ്ഞു ഒങ്ങി. ഒങ്ങിയില്ല.
കുഞ്ഞു ഒങ്ങിയോ? കുഞ്ഞു ഒങ്ങിയോ? ഉറങ്ങിയില്ല, ഉറങ്ങിയില്ല, കുഞ്ഞു ഉറങ്ങിയില്ല. കുഞ്ഞോ ചേച്ചി എന്തേ? ചേച്ചി ഞാൻ ചേച്ചി ചിലപ്പോ ടി വിയില്ലേ ക്ഷീണമാണോ? എല്ലാരും കിടക്കുവാണ്. വല്ല ഒന്നുമില്ല വായില്ലേ ചക്കരേ? പല്ലെല്ലാം പോയോടാ? അവിടെ അങ്ങ് താമസമാക്കിയോ? പത്തില്ലയോ? വിളിച്ച വീട്ടിൽ അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കേ. വെറുതെ ഇരുന്ന് നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ കമൻ്റ് ഒക്കെ വായിക്കുമായിരുന്നു. മറുപടി കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അന്നേരം ഞാൻ ഒരു കമൻറ്റ് കണ്ടത്, നമ്മുടെ ഓണത്തിൻ്റെ അന്നേ ഞാനൊരു സെറ്റ് സാരി കൊടുത്തല്ലോ. അപ്പോൾ ആ സെറ്റ് സാരിയുടെ കൂടെ ഇട്ട കമ്മലൊന്ന് കാണിക്കണേന്ന് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ ഞാനത് എടുത്ത് വെച്ചുണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇതുപോലെ വേറെ ഒരെണ്ണം കൂടി മേടിച്ചു. ഇതിൻ്റെ ഒരു കുഞ്ഞ് അത് ഇതാണ്. ഇതുവരെ ഇട്ടില്ല, ഇതൊരു ദിവസം ഇടണം. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ എല്ലാവരും, കുറേ പേര് പറഞ്ഞു കേട്ടോ, എല്ലാവരും അല്ല കുറച്ച് പേര്. പിന്നെ ഞാൻ ഇപ്പം കണ്ട ഒരു കമൻ്റ് ആട്ടോ, അത് വായിക്കാം. നമുക്ക് അച്ഛൻ വന്നില്ല കേട്ടോ, ഇനി അടുത്ത ദിവസം എപ്പോഴേലും വരാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചത്. ഇന്ന് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ചോദിച്ചപ്പോഴേ ഉടനെ വരുമായിരിക്കും. അപ്പം ഇന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു. ലക്ഷ്മി എഴുതിയിരിക്കുന്ന കമൻ്റാണ് കേട്ടോ. അമ്മക്കിളി മോനുകുട്ടൻ എന്താ സംസാരിക്കുമ്പോൾ ക്ലിയർ ആവാതെ, ഒരു ഡോക്ടറിനെ കണ്ട് സ്പീച്ച് കറക്ഷൻ ആവശ്യമെങ്കിൽ ചെയ്യണേ, അവൻ വളർന്നു വരുമല്ലേ, കൂട്ടുകാരുടെ കളിയാക്കലുകൾ കേട്ടു തുടങ്ങും ഇനി ചിലപ്പോൾ, അതുകൊണ്ട് പറഞ്ഞത് നെഗറ്റീവായിട്ട് എടുക്കല്ലേ. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയാം. മുത്ത് സംസാരിക്കാൻ ഭയങ്കര താമസമായിരുന്നേ. അപ്പം മുത്തിനൊരു 2.5 വയസ്സൊക്കെ ആയപ്പോഴും മുത്ത് പപ്പ അമ്മ അത്രയൊക്കെ പറയത്തുള്ളായിരുന്നു. എന്താ കാണിക്കല്, ഇങ്ങനെയൊക്കെ പറയത്തുള്ളായിരുന്നു. അപ്പം എല്ലാവരും വഴക്ക് പറഞ്ഞു. അവനെ അംഗൻവാടിയിലെ കുട്ടികളോടൊപ്പം കൊണ്ട് വിട്ടാൽ ചിലപ്പം സംസാരിച്ച് തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 2.5 വയസ്സായപ്പോഴേ മുത്തിനെ അംഗൻവാടിയിലാക്കി. പിന്നെ സംസാരം ഈ മോനുകുട്ടൻ്റെ രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴും ചില വാക്കുകളൊന്നും വഴങ്ങത്തില്ലായിരുന്നു. അപ്പം പിന്നെ ഇതേപോലെ തന്നെ ലെറ്റർ റൈറ്റ് ചെയ്യുമ്പോഴും ചിലരൊക്കെ എന്നോട് പറഞ്ഞു, സൈഡ് ഇപ്പം നമുക്കൊരു സി എന്നുള്ളത് തിരിച്ചെഴുതും, അങ്ങനെ ചില ലെറ്റേഴ്സ് തിരിച്ചെഴുതുന്നതൊക്കെ ചിലപ്പം ഇത് ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് അത് ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സംസാരിക്കാൻ വൈകിയപ്പോഴും പറഞ്ഞു ഇതുപോലെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പം അമ്മമാർ രണ്ടുപേരും പറഞ്ഞു അംഗൻവാടിയിൽ എങ്ങാനും കൊണ്ടുവിട്ടാൽ മതി, കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുന്ന ഉടനെ അത് ഓക്കെ ആവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അംഗൻവാടിയിലാക്കിയത്. പിന്നെ കുഞ്ഞോനെ അല്ല, അച്ചാച്ചനെ വിട്ട കാര്യം. അപ്പം ഞാൻ ഇവന് നമുക്കൊരു ഈ സ്പീച്ച് തെറാപ്പി, ഈ പറഞ്ഞ പോലെ ഈ ലക്ഷ്മി പറഞ്ഞതുപോലുള്ള സ്പീച്ച് തെറാപ്പി, കൗൺസിലിങ് അങ്ങനെയൊക്കെയുള്ള ഒരു ഡോക്ടറെ മുത്തിനെ കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു ഡോക്ടറുടെ കൊണ്ടുപോയി. അപ്പം ഒരു 2-3 പ്രാവശ്യം ഞാൻ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് അവിടെ വരുന്ന ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇവന് യാതൊരു പ്രശ്നവുമില്ല. അപ്പം അവിടെ വരുന്ന കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ കൂടുതലും ഹൈപ്പർ ആക്റ്റീവായിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളും, പിന്നെ ലെറ്ററുകളെല്ലാം അക്ഷരങ്ങളെല്ലാം തലതിരിച്ച് അങ്ങോട്ട് എഴുതേണ്ടതിന് ഇങ്ങോട്ട് എഴുതുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയാണ് ആ ഡോക്ടർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മുത്തിനെ കണ്ടപ്പം ഡോക്ടർ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ഇതൊന്നുമില്ല, എന്നാലും കുറച്ച് വർക്കുകളൊക്കെ തന്നു. കുറച്ച് ബുക്കുകൾ അതുപോലെ എഴുതിപ്പിക്കണം, പിന്നെ ഇന്ന സമയത്ത് ഇത്ര മിനിറ്റിനുള്ളിൽ എഴുതിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച്
പ്രാക്ടീസുകൾ ചെയ്യിച്ചു. അത് ഒരുപാട് തവണയൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. 2-3 തവണ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലിരുന്ന് തന്നെ കുറച്ച് യോഗ പോലെ കുറച്ച് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞു. ഇത് മതി എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങി പോരുകയും ചെയ്തു. അപ്പോൾ മോനുകുട്ടന് സംസാരിക്കുമ്പോൾ ആ ഒരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഡോക്ടർ എടുക്കലും കൊണ്ടുപോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, മോനുകുട്ടന് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടായതാണ്. കുഞ്ഞായിരുന്നു അപ്പോൾ ഒരു 1.5 വയസ്സുള്ളപ്പം അവൻ്റെ ബ്രെയിനിനെ ശരിക്കും ബാധിക്കത്തക്ക രീതിയിൽ അവനൊരു ഇഷ്യൂ ഉണ്ടായതാണ്. അപ്പം 3 ദിവസം അവന് ക്രിട്ടിക്കൽ ICUവിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറി പോലും കുഞ്ഞിനെ നമ്മൾ ജീവനോടെ തിരിച്ച് വീട്ടിലെത്തിച്ചത് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ടാണ്. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു മോനുകുട്ടന് വന്നത്. അപ്പം ആ സമയത്തൊന്നും എനിക്ക് മോനുകുട്ടൻ്റെ അടുത്ത് ഞാനില്ല, അമ്മയും മാമിയൊക്കെയാണ് അവനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അവൻ്റെ അന്നേരത്തെ അവസ്ഥ എന്തുവാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർ അന്നേരമൊന്നും എന്നോട് പറഞ്ഞില്ലെങ്കിലും പിന്നെ പലപ്പോഴും അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു എന്നുള്ളത്. ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റുമ്പോൾ പോലും കുഞ്ഞിൻ്റെ തലയൊന്നും ഉറയ്ക്കുന്നില്ലായിരുന്നു. അത്രയും അവന് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ മെഡിസിനൊക്കെ എടുക്കുന്ന സമയത്തും കുഞ്ഞിൻ്റെ ഒരു ന്യൂറോളജി മെഡിസിൻ എടുക്കുമ്പോൾ നല്ല ക്ഷീണവും ചിലപ്പം ഇച്ചിരൂടെ ആക്റ്റീവ് ആകും, ചിലപ്പോൾ അങ്ങ് ഡള്ളാവും, അങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻസും ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോനുകുട്ടന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദൈവാനുവദിച്ച് വന്നില്ല. അപ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെതായിരിക്കും ഈ ഒരു പറയുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ ഒരു ഉച്ചാരണം മാറിപ്പോകുന്നതും ഒക്കെ എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൂടാതെ ഞങ്ങളുടെ ജാനിക്കുട്ടിയെ ഇതുപോലെ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുക്ക കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു അവൾ സംസാരിക്കുന്നില്ല, നാക്കിൽ കെട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടറെ അടുക്ക കൊണ്ടുപോയി. ഡോക്ടർ അത് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ജാനിക്കുട്ടിയും മാമിനും അമ്മയും എല്ലാവരും കൂടി കുക്കും എല്ലാവരും കൂടി വണ്ടി അന്ന് ഡോക്ടറെ അടുക്കലോട്ട് പോവാണ്. സർജറിക്കുള്ള ഡേറ്റ് ആയി. കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി നമ്മുടെ ഇവിടുന്ന് താഴെ ജംഗ്ഷനിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിക്ക് അന്ന് 3 വയസ്സുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല, 3 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ താഴെ ജംഗ്ഷനിലോട്ട് ചെന്ന് വണ്ടി തിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ജാനിക്കുട്ടി വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞു, എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ. അപ്പോൾ ആ ഒരു സംസാരം അവർക്ക് എല്ലാവർക്കും അങ്ങ് നെഗറ്റീവായി പോയി കേട്ടോ. ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയി. ഏതായാലും ഇത് സർജറി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ അലട്ടുമല്ലോ. മാമൻ ആ സെക്കൻഡിൽ തന്നെ വണ്ടി തിരിച്ച് വീട്ടിലെത്തി, കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആ ജാനിക്കുട്ടിയാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നില്ല കലപില പറയുന്ന ജാനിക്കുട്ടിയെ. അപ്പം അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു അന്ന് കൊണ്ടുപോയി ചെയ്യാഞ്ഞത് കാര്യമായി. ആ ഒരു പ്രശ്നം അന്നെല്ലാവരും രൂക്ഷമായിട്ട് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 2 അനുഭവങ്ങൾ എൻ്റെ മുന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ മോനുകുട്ടനെ അങ്ങനെ ഒരു കാര്യത്തിൽ അധികം ശ്രദ്ധിക്കാതിരുന്നത്. കുറച്ച് കഴിയുമ്പം ലെവലാകുമെന്നുള്ള അവൻ്റെ ആ ഒരു ചെറുപ്പത്തിലെ ആ ഒരു സിറ്റുവേഷൻസ് അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ അടുത്ത് വളരെ കുറച്ച് സമയമായിരുന്നു സംസാരിച്ച് പഠിപ്പിക്കാനും ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഇപ്പോഴാണെങ്കിലും സ്കൂളിലെ സിലബസ് ആണെങ്കിലും എനിക്ക് അവനെ ഇരുത്തി പഠിപ്പിക്കാനോ എഴുതിക്കാനോ ഒന്നും ഞാൻ മെനക്കെടുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ കിട്ടത്തില്ല. ചിലപ്പോൾ അവനെ കൂടുതൽ നേരം ഇരുത്തി എഴുതിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരൂടെ ക്ലിയർ ആയേക്കാം, കുറച്ച് വായിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ആയേക്കാം. പക്ഷെ എനിക്ക് അതിനുള്ള ഇത് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ അവനെ എൻ്റെ അടുത്തിരുന്ന് പഠിപ്പിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാലോ, അമ്മമാർ പഠിപ്പിക്കാനിരുന്നാൽ നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും, ചിലപ്പോൾ അടിക്കും. എനിക്കതിന് പറ്റത്തില്ല. മോനുകുട്ടനെ വെച്ച് നോക്കുമ്പോൾ എനിക്കതിന് പറ്റത്തില്ല. ഞാൻ മുത്തിനെ, നമുക്കിങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് മുത്തിനെ നടന്ന് പഠിപ്പിച്ച് എഴുതി എല്ലാ നോട്ടും അവൻ പഠിക്കുന്ന പോലെ ഞാനും പഠിച്ച് 11:30 അന്ന് അമൃത വിദ്യാലയത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് 11:30 വരെയൊക്കെ ഇരുന്ന് ഹോംവർക്കുകളെല്ലാം എഴുതി പഠിച്ച് അന്ന് പഠിപ്പിക്കുന്ന അന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് പഠിക്കാതെ ഞാൻ മുത്തിനെ കിടത്തത്തില്ലായിരുന്നു. അപ്പോൾ അവന് ഇപ്പോഴും അവനൊരു തമാശയായിട്ടാണെങ്കിലും എന്നോട് പറയും, അമ്മ എന്നെ പുറകെ നടന്ന് എന്നെ വഴക്ക് പറഞ്ഞു അടിച്ചും പഠിപ്പിക്കാനൊക്കെ അമ്മയ്ക്ക് അറിയായിരുന്നു, മോനുകുട്ടനെ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് അതിനുള്ള ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യസ്ഥിതി അതിനെ അനുവദിക്കത്തില്ല. പിന്നെ മാനസികമായിട്ടും എനിക്കത് പറ്റത്തില്ല കേട്ടോ. മോനുകുട്ടനെ അടിക്കാൻ വഴക്ക് പറയാൻ അത്രയും എനിക്കത് പറ്റത്തില്ല. ഞാൻ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഞാൻ വഴക്ക് പറയാൻ അടിക്കും.
പിന്നെ അതെനിക്ക് അങ്ങ് ഭയങ്കര മാനസിക ദുഃഖമാണ്. അതുകൊണ്ടാണ്. പിന്നുള്ള കാര്യം ആരോഗ്യ ബുദ്ധിമുട്ട്. ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ അത്രയും നേരം ഇരുന്ന് സംസാരിച്ച് അലച്ച് വിളിച്ച് അതെനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പം ഈ ഒരു കമൻറ്റ് വായിച്ചപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താ ഈ ഒരു സാഹചര്യം, ഈ ഒരു രണ്ട് അനുഭവം നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ മോനുകുട്ടനെ കുറച്ചുകൂടെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ, ഒരു 10 വയസ്സ് വരെ നോക്കാം എന്നുള്ള രീതിയിൽ വിട്ടത്. അപ്പം ഇനി അതിന് ശേഷവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രായമായവർ പറയും കുട്ടികൾ കൂടുതൽ കുഞ്ഞുങ്ങളുമായിട്ട് അവരുടെ തരക്കാരോട് ഇടപെട്ട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ മാറ്റം വരുമെന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ തലമുറയിലുള്ളവർ ചിലപ്പോൾ അതിനെ കളിയാക്കും. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഇന്ന് കുറേ കാലം മാറി സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ ആ രീതിയിൽ, എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് അങ്ങനെ നമുക്ക് മുന്നിൽ ഇങ്ങനെ രണ്ട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് അത്ര ഇതായിട്ട് നിൽക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ലക്ഷ്മിയോട് താങ്ക്സ് പറയുന്നത് കേട്ടോ. ഒരിക്കലും നെഗറ്റീവായിട്ട് എടുത്താൽ നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ണാം. ചോറുണ്ടിട്ട് വേറെ എന്താ ചെറിയ 2-3 പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു തീർക്കണം. എന്നിട്ട് നമുക്ക് ഉറങ്ങാം. തമ്പുരാനെ, ചോറ് വേണോ? ചോറ് വേണോ? വേണോ? ചമ്മന്തിയും കൂട്ടിയാണോ ചോറിനൊന്നേന്ന്? ചോറ് വിളമ്പട്ടെ? മതി. ചമ്മന്തി വെക്കട്ടെ? മുളകല്ലേ, ഇത് തേങ്ങാ ചമ്മന്തിയോ? അച്ചാർ വേണോ? വേറെ ഒന്നും വേണ്ടേ? അത് ദോശ. മോനുകുട്ടൻ ചോറും ചമ്മന്തിയും മാത്രം എടുത്തോണ്ട് പോയിട്ടുണ്ട്. ചോറും നമ്മൾ നെത്തോലി തോരനായിരുന്നു എടുത്തത്. നെത്തോലി തോരൻ വെച്ചതായി എടുത്തത്. ഇന്ന് നമ്മൾ വറുത്തതെടുക്കുക. പിന്നെ മിനി സാമ്പാർ ഒഴിച്ചു. കണ്ണിമാങ്ങ ഒരെണ്ണം എടുത്തു. നമ്മുടെ ലക്ഷ്മി ചേച്ചി തന്ന കണ്ണിമാങ്ങ അച്ചാർ കേട്ടോ. അത് കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. പതിവ് പോലെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.